ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വീണ്ടും ഒരു നല്ല സമയം, ഒരു നല്ല ദിവസം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങളെങ്ങനെ ഇരിക്കുന്നു? സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ എല്ലാവരും? ഹല്ലേലൂയ. മഴയുടെ അല്പ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങി നമ്മുടെ ഈ പ്രദേശത്ത്. എങ്കിലും കർത്താവിൻ്റെ കൃപയാൽ സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. ഏതേത് കാലാവസ്ഥകൾ മാറിയാലും നമ്മുടെ ദൈവം മാറാത്തതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുന്ന പ്രാധാന്യത്തെ പറ്റിയാണ്. പെന്തക്കോസ്ത് നാൾ തുടങ്ങി നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്നത് പെന്തക്കോസ്ത് ഞായറാണ്. ഹല്ലേലൂയ. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പുതിയ ഒരു ആത്മീക അനുഭവം പ്രാപിക്കണമെന്ന്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ സംതിങ് മോർ, കുറച്ചു കൂടുതൽ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം വേണം, അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ ഒരു പടി കൂടി ഞാൻ വളരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവർക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ഇന്ന് പരിശുദ്ധാത്മാവ് നൽകി തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്ന പ്രാധാന്യം എന്ത്, അത് നമ്മൾ ചിന്തിച്ചു കൊണ്ടേ വരികയാണ്. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ അന്യഭാഷയെക്കുറിച്ച് ഒന്ന് ഡീപ്പായിട്ട് പഠിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളുകളിൽ എന്നോട് സംസാരിച്ചതിനനുസരിച്ച് ഒന്നും തന്നെ അന്യഭാഷയെക്കുറിച്ച് അറിയാത്തവരുമുണ്ട് നമ്മുടെ ആത്മീയ ഗോളത്തിൽ നിന്ന്. അതുകൊണ്ട് എല്ലാം ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. കർത്താവ് എനിക്ക് കൃപ തരാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായമാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു 2 ആഴ്ച ഇത് തന്നെയാണ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം കർത്താവ് പുതിയ പുതിയ കാര്യങ്ങൾ തരുന്നത് കൊണ്ട് അതിൽ നിന്ന് ഇതുവരെ മാറിപ്പോകാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ നമ്മൾ പറയുകയുണ്ടായി, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന യഹൂദ മതാനുസാരികളായിട്ടുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. എങ്കിലും ഇവർ പറയുന്നത് ഇന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവർ പറഞ്ഞത് അന്യഭാഷയായിരുന്നു, എന്നാൽ അവർക്ക് സ്വന്തം ഭാഷകളിൽ അത് മനസ്സിലാവാനായിട്ടിടയായി. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ കുറച്ചു പേർ ഇത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ അവർ പ്രസ്താവിക്കുകയാണെന്ന് പറഞ്ഞ് അവരോട് ചേർന്നെങ്കിൽ കുറച്ചു പേർ എന്ത് ചെയ്തു? കുറച്ചു പേർ അവരെ കളിയാക്കിയല്ലേ? എന്താണ് കളിയാക്കിയത്? അവർ വീഞ്ഞു കുടിച്ചിട്ട് ഏതാണ്ടൊക്കെ വിളിച്ച് പറയുന്നതാണെന്ന് കളിയാക്കി. ഇന്നും അങ്ങനെയില്ലേ? നമ്മൾ ആത്മീയ ഗോളത്തിൽ നോക്കിയാൽ കുറച്ച് പേരെന്തുണ്ട്? അന്യഭാഷയെ അംഗീകരിക്കുന്നവരുണ്ട്, എന്നാൽ കുറച്ച് പേരോ അതിനെ കളിയാക്കുന്നവരുണ്ടല്ലേ? അത് തുടങ്ങിയ കാലം തൊട്ടേ അങ്ങനെ തന്നെ ഉണ്ട്, ഇന്നും അങ്ങനെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. കാരണം എന്താണ്? പിശാച് അന്നും ഇന്നും ഒരുപോലെ പല മനുഷ്യരുപയോഗിക്കുന്നു. പിശാചിന് മാറ്റമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവൻ അന്നും ഇന്നും മനുഷ്യരുപയോഗിച്ച് ഇതില്ലാത്ത ഭാഷയാണ്, ഇത് വെറുതെയാണ്, ഇവർ ബോധമില്ലാതെ വിളിച്ച് പറയുന്നതാണ്, വേറെ മോശമായ രീതിയിലുള്ള ഭാഷയാണ്, ഇതെന്നെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സമൂഹമുണ്ട്. കാരണം അന്നും ഇന്നും ഇത് ഒരുപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ദൈവമക്കളായ നമ്മൾ ഇതിനെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കണം. കാരണം കർത്താവ് പറഞ്ഞു, അന്ത്യനാളുകളിൽ എന്ന് പറഞ്ഞാൽ സഭയുടെ അവസ്ഥകൾ മാറും. ഹല്ലേലൂയ. സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെപ്പോലും പരിശുദ്ധാത്മാവ് അഭിഷേകമില്ലാതെ കർത്താവ് ഒരു സഭയിലാക്കിയിരിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളാണെങ്കിൽ, ഓരോരുത്തരും വെവ്വേറെ അവയവങ്ങളാണെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ട ഓരോരോ കടമകളും പദ്ധതികളും ഉണ്ട്. അത് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുമോ? കാരണം അതെന്താ? ദൈവത്തിൻ്റെ വേലയാണ്. അത് ദൈവം തന്നെ ചെയ്യണം. ദൈവവേല ദൈവം ചെയ്താലേ പറ്റൂ. പക്ഷെ അതിന് നമുക്ക് എന്താവശ്യമാണ്? അഭിഷേകം ആവശ്യമാണ്. അഭിഷേകമില്ലാതെ ഒന്നും നടക്കത്തില്ല. ഭാഷാവരത്തിന് നമ്മൾ പൊതുവെ പറയുന്നത് എല്ലാ ഗിഫ്റ്റുകളുടെയും താക്കോലെന്നാണ്. എന്താണ്? എല്ലാ ഗിഫ്റ്റ്സുകളുടെയും താക്കോലാണ്, കീയാണ്. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും അവിടെയാണ് നമുക്ക് തുടങ്ങുന്നത്. ഒരു ആത്മമണ്ഡലത്തിൽ ഒരു വളർച്ച തുടങ്ങുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സംസാരിച്ചു തുടങ്ങുന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു ആനന്ദം നമുക്കുണ്ടാകുന്നു. നമ്മുടെ ആത്മാവ് ജീവിപ്പിക്കപ്പെടുന്നു. അതെന്തൊക്കെയോ സംസാരിക്കാനായി തുടങ്ങുന്നു. അത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പ്രേരിപ്പിക്കപ്പെട്ട് സംസാരിക്കുന്നതാണ്. നമ്മൾ സ്വയം സംസാരിക്കുന്നതാണോ? അല്ല. പക്ഷെ നമ്മുടെ നാവിനെ എന്ത് ചെയ്യുന്നു?
പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ നാവല്ലാതെ നമുക്കൊരു സ്പിരിച്വൽ ടങ് ഉണ്ടോ? യെസ്, ഒരു സ്പിരിച്വൽ ടങ് നമുക്കുണ്ട്. പക്ഷെ നമുക്കത് കാണുന്നില്ല. ആ നാവിൻ്റെ പ്രത്യേകത അഗ്നി നാവാണ്. ഹല്ലേലൂയ. എന്ത് നാവാണ്? അഗ്നി നാവാണ്. കാരണം ഈ പതിഞ്ഞത് അഗ്നി തന്നെ അല്ലേ? ശരിയല്ലേ? ഓരോരുത്തരുടെ മേൽ പതിഞ്ഞത് എന്താണ്? അഗ്നിയാണ്, അഗ്നിയുടെ അഭിഷേകമാണ്. അപ്പോൾ നമ്മുടെ ആ നാവെന്ന് പറഞ്ഞത് അഗ്നിയുടെ നാവാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏത് നാവിനാൽ പ്രാർത്ഥിക്കുന്നു? ഏത് നാവാണ് അന്നേരം പ്രവർത്തിക്കുന്നത്? നമ്മുടെ നാവാണല്ലേ. നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നു. കർത്താവേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു, മകനായി പ്രാർത്ഥിക്കുന്നു, ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? മനസ്സിൽ നിന്ന് ആദ്യം ചിന്തിക്കും. അങ്ങനെയല്ലേ? ഒരു കാര്യം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അതോ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുകയാണ്? അല്ല, നമ്മൾ ആദ്യം മനസ്സിൽ ചിന്തിക്കുക, എന്തൊക്കെ എനിക്ക് പ്രാർത്ഥിക്കണം. അത് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ബുദ്ധിയിൽ ഒന്നൊന്നായിട്ട് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ എടുക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് വ്യത്യാസം. മറ്റേത് ബുദ്ധി നമ്മളെ പ്രേരിപ്പിക്കുന്നു, രണ്ടാമത്തേതാണെങ്കിൽ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട്, അല്ലെങ്കിൽ എംപവേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയും, ആത്മശക്തിയാൽ നമ്മൾ നിറഞ്ഞ് ആത്മാവ് ഉത്തേജിപ്പിക്കുന്നത് പോലെ നമ്മുടെ ആത്മനാവിലൂടെ എന്ത് വരുന്നു? അന്യഭാഷകൾ പുറത്തേക്ക് വരും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭാഷയെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല. ഞാൻ എൻ്റെ ഒരു ആത്മീക അനുഭവം പറയുകയുണ്ടായല്ലോ, മുമ്പ് എൻ്റെ സാക്ഷ്യത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ സാധാരണ നാവിന് ഒരു വലിയ കാര്യം സംഭവിച്ചു. അത് സ്ട്രക്കായിപ്പോയി. മനസ്സിലായോ? പിന്നെ എൻ്റെ നാവിലൂടെ വന്നത് അന്യ ഭാഷയായി മാറിയപ്പോൾ എൻ്റെ നാവിനെ അതിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. എൻ്റെ നാവിൻ്റെ കൺട്രോൾ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. പക്ഷെ വീഞ്ഞു കുടിക്കുമ്പോൾ സാധാരണ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് നാവിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും അല്ലേ? നഷ്ടപ്പെടും. പക്ഷെ അവർക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. എന്താണ്? സുബോധം ഉണ്ടാവില്ല. പക്ഷെ ഈ ആത്മാവിൻ്റെ പ്രത്യേകത എന്താണ്? സുബോധത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നു കഴിയുമ്പോഴാണ് എനിക്കൊരു ബോധം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പനെ വിട്ട് ദൂരദേശത്ത് പോയ ആ മകനല്ലേ, ആ മകന് ഒരു സുബോധം ഉണ്ടായത് എപ്പോഴാണ്? അവൻ അപ്പൻ്റെ ഭവനത്തെ പറ്റിയൊക്കെ ചിന്തിച്ചത് അല്ലേ? ആ ഒരു സമയത്താണ്. അപ്പം അതുപോലെ ശരിക്കും ഈ മനുഷ്യരായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു ലോകത്താണ്. ആരാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നു? ഈ ലോകത്തിൻ്റെ പ്രഭുവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നു. ഈ അന്തരീക്ഷത്തിലെ ആത്മാക്കളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആദ്യം പകരുന്ന കൃപാവരമാണ് എന്തോന്ന്? അന്യഭാഷ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ സകല വരങ്ങളുടെ, ആത്മീക വരങ്ങളുടെയും താക്കോലെന്ന് അന്യഭാഷയെ നമ്മൾ പറയാനുള്ള കാരണം. നമുക്കൊരു വാക്യം വായിച്ചാലോ? 2 തിമോത്തിയോസ് 1:7 ഒന്ന് വായിക്കാമോ? 2 തിമോത്തിയോസ് 1:7. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. For God will never give you the spirit of fear, but the Holy Spirit who gives you mighty power, love and self-control. Hallelujah. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതുവഴി കിട്ടുന്നത്? പവർ കിട്ടുന്നു, ഒരു ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, ഒരു ആത്മബലം വരുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും ഇല്ലാത്ത എന്താണെന്നറിയാമോ? ആത്മബലമില്ല. നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ ജയിക്കാനുള്ള ആത്മബലം നമുക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് ലഭിക്കുന്നത് ഒരു ആത്മാവിൻ്റെ ഒരു ബലം. ഹല്ലേലൂയ. വല്ലാത്തൊരു ആത്മാവിൻ്റെ ബലപ്പെടൽ നമുക്കുണ്ടാകും. പിന്നെ എന്ത് ആത്മാവല്ലത്? ഭയത്തിൻ്റെ ആത്മാവല്ല. അങ്ങനെയാണെങ്കിൽ ഭയത്തിൻ്റെ ആത്മാവില്ലേ? എൻ്റെ ചോദ്യം ഉണ്ട്. അപ്പോൾ അത് സ്പിരിറ്റ് ഓഫ് ഫിയർ അല്ലെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുണ്ട്?
ഭയപ്പെടുത്തുന്ന ആത്മാക്കളുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നിനും ഒരു ഭയം ഉണ്ടാകുന്നില്ല, നമുക്കത് പേടി ഉണ്ടാക്കുന്നില്ല. ഹല്ലേലൂയ. ഞാനിവിടെ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരിക്കൽ ഒരു സഹോദരിയെ പരിചയപ്പെട്ടു. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ആ സഹോദരിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഭയമാണ്. എല്ലാത്തിനും ഭയമാണ്. എന്തെങ്കിലും ചെയ്യാൻ പോയാൽ ഭയം, ഇരുട്ട് കണ്ടാൽ ഭയം, നിഴൽ കണ്ടാൽ ഭയം, ആൾക്കാരെ കണ്ടാൽ ഭയം, ഒരു വാഹനം വരുന്നത് കണ്ടാൽ ഭയം, തന്നെ എല്ലാവരും ആക്രമിക്കാൻ വരുന്നു എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാമോ, ഈ സഹോദരിയെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി, ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയി, അവിടെ പൂജാകർമ്മങ്ങൾ ചെയ്തു, വീട്ടിൽ കൊണ്ടുവന്നു, അവിടെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും ഇവരെ ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവസാനം ഈ സഹോദരി എന്ത് ചെയ്തെന്നറിയാമോ, ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കടന്നു പോകാനായിട്ടിടയായി. അവിടെ പോയപ്പോഴാണ് എന്ത് മനസ്സിലായത്, ഈ സഹോദരിയുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്താണ്? ഭീരുത്വത്തിൻ്റെ ആത്മാവ് കയറിയിരിക്കുക. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആത്മാവ് ഇരുന്നാൽ നമുക്ക് എന്ത് വേണം? ഒരു ഡെലിവറൻസ് വേണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഡോക്ടർ ഇങ്ങോട്ട് കണ്ടുപിടിക്കുമോ? ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, കണ്ടുപിടിക്കുമോ? ഇല്ല, അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഇതെവിടെയാണ് പൊസസ് ചെയ്തിരിക്കുന്നത്? ഒന്നെങ്കിൽ നമ്മുടെ ആത്മമണ്ഡലത്തിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ദേഹി മണ്ഡലത്തിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കയറിയിരിക്കും. ഇതിനെവിടെ വേണോ കയറിയിരിക്കാൻ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നാൽ ഞാൻ ഒന്നിനെയും ഭയക്കരുത്. എന്ത് ചെയ്യരുത്? ഒന്നിനെയും ഭയക്കരുത്. എനിക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്തിൻ്റെ ആത്മാവിനെ അല്ല, ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല. ഭയമുണ്ടാക്കുന്ന എന്തെങ്കിലും ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഭയത്തിൻ്റെ ആത്മാവ് എന്നിനെ ഞാൻ ശാസിക്കുന്നു, എന്നെ വിട്ട് പുറത്തു പോകും. നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരവും ഇല്ല. ഹല്ലേലൂയ. വ്യക്തമായി നമ്മളത് പറയുന്നവരായിരിക്കണം. നിനക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല, ഒരു കൺട്രോളുമില്ല. എൻ്റെ മുഴുവൻ കൺട്രോൾ ആരാ ഏറ്റെടുത്തിരിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് ഭയം കൊണ്ടുവരുന്നില്ല. ഒന്നാമത് പറഞ്ഞു ശക്തിയുടെ, പിന്നെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെ എന്ത് തന്നിരിക്കുന്നു നമുക്ക്? ശക്തിയുടെ ആത്മാവിനെ, പിന്നെ സ്നേഹത്തിൻ്റെ, സുബോധത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ. നമ്മളെ തിരിച്ച് അത് ദൈവത്തിലേക്ക് കൊണ്ടുവരും. നമുക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ? ഉണ്ട്. ദേഷ്യം കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പല സ്വഭാവങ്ങളും നമുക്ക് പുറത്തു വരും, പഴയ മനുഷ്യൻ്റെ അല്ലേ? എന്നാൽ ഇതിനെല്ലാറ്റിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ബലവും. എന്നാൽ എപ്പോഴാണ് നമുക്ക് ഇത് ഉപകാരപ്പെടുന്നത്? നമ്മളെല്ലാവരും പലരും ഉണ്ടാവാം. പരിശുദ്ധാത്മാവ് വന്നു, അന്യഭാഷ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ഒരിക്കൽ ഞാൻ ഒരു സഹോദരനെ പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിന്, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു ചർച്ചിലേക്ക് കടന്നു പോകാനായിട്ടിടയായി. അപ്പോൾ എന്ത് ചെയ്തു? അവരുടെ കൈയടിക്കുന്നുണ്ട്, താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം താൻ അഭിഷേകവും പ്രാപിച്ചു. ഇതെല്ലാം തനിക്കുണ്ടെങ്കിലും വീണ്ടും ആരാധന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീണ്ടും താൻ പാപജീവിതത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആർക്കെങ്കിലും? ഈ ആരാധനയെല്ലാം കഴിഞ്ഞു, കൈയടിച്ചു, താൻ പ്രാർത്ഥിച്ചു, അഭിഷേകവും പ്രാപിച്ചു, അന്യഭാഷയെല്ലാം ഉണ്ട് തനിക്ക്. പക്ഷേ ചില സമയത്ത് എന്ത് ചെയ്യുന്നു? പാപജീവിതത്തിലേക്ക് കടന്നു പോകുന്നു, പാപം ചെയ്യുന്നു, ദേഷ്യപ്പെടുന്നു, മദ്യപിക്കണമെന്നുള്ള തോന്നലുണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇത് പറ്റുന്നത്? ആത്മാവുണ്ടല്ലോ, അന്യഭാഷയും പറയുന്നുണ്ടല്ലോ, കൈ അടിക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ പറ്റിയത്? എന്തു പറയുന്നു സിസ്റ്ററെ? ആത്മാവിൻ്റെ കൺട്രോളല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ആത്മാവിൻ്റെ കൺട്രോളാകാൻ പറ്റും? അതാണ് എൻ്റെ ചോദ്യം. എങ്ങനെ നമുക്ക് ആത്മാവിൻ്റെ കൺട്രോളിലാവാൻ പറ്റും? നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലാവണമെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇത് മൂന്നും കൊടുക്കണം. മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻ സബ്മിറ്റ് ചെയ്യണം. ആർക്ക്? പരിശുദ്ധാത്മാവിന്. ഹല്ലേലൂയ. ഒരു ചിന്ത ഇങ്ങോട്ട് എൻ്റെ മനസ്സിലേക്ക് വരുമോ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വേണ്ടാത്തയാണെങ്കിൽ ഞാനതിനെ പിടിച്ചു. മതി നീ വന്നത്, അവിടെ നിൽക്കുക, യേശുവിൻ്റെ നാമത്തിൽ. മനസ്സിലായോ? മതി നീ വന്നത്, അവിടെ നിൽക്കുക, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ചിന്ത എനിക്ക് വേണ്ട. ഹല്ലേലൂയ.
വചനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം. ആ സമയത്ത് ഒരു സങ്കീർത്തനം എടുത്ത് വായിച്ച് അതിനെ മെഡിറ്റേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. മെഡിറ്റേറ്റ് ചെയ്ത് അത് നിങ്ങളുടെ അകത്ത് കയറി വരണം. പിന്നെ എന്തുകൊണ്ട് വേറെ ചിന്തകൾ നമ്മുടെ അകത്ത് വരുന്നു? വചനം ഇല്ലാത്തതുകൊണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിൽ വചനം നിൽക്കുന്നില്ല. വചനം എവിടെ പോകുന്നു? കുത്തിക്കൊണ്ടു പോകുന്നു, പറവ ഒന്ന് കൊണ്ടുപോകുന്നു. നമ്മളിതെല്ലാം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ചുമയുടെ ഒരു വിഷയമുണ്ട്, മഴ ആയതുകൊണ്ട്. കേൾക്കുമ്പോൾ നമുക്കിതെല്ലാം വീഴുന്നതായിട്ട് തോന്നും. പക്ഷേ ഡീപ്പായിട്ട് റൂട്ടാകത്തുകൊണ്ട് എന്ത് പറ്റുന്നു? പലതും കിട്ടുന്നില്ല നമുക്ക്. പിന്നെ മനസ്സിലായോ? നമ്മൾ വചനം അപ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം ആവശ്യമാണ്. ഓരോ വചനം വായിക്കുമ്പോഴും അതിനകത്തുള്ളത് എൻ്റെ അകത്ത് കയറണം. നമ്മൾ എത്രയോ കാലം കൊണ്ട് വചനം കേൾക്കുന്നു, പക്ഷെ ഒരു പ്രതിസന്ധി അങ്ങോട്ട് വരുമ്പോൾ ഈ വചനം വരുന്നില്ലല്ലോ. ഒരു പ്രതികൂലം വരുമ്പോൾ ഈ വചനം പറയാൻ പറ്റുന്നില്ല നമുക്ക്. നമ്മുടെ അകത്തേക്ക് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന് ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. എവിടെ? നമ്മുടെ സോളിലേക്ക്. അപ്പം ആത്മാവിലല്ലേ പരിശുദ്ധാത്മാവ് വന്നത്? എവിടേക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം? നമ്മുടെ സോളിലേക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മളെന്ന വ്യക്തിയെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരെ അനുവദിക്കണം? പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കണം. ഹല്ലേലൂയ. എൻ്റെ ചിന്തകളെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, എൻ്റെ ചിന്തകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. അനേകർ അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷെ വ്യാഖ്യാനിക്കാൻ ആർക്കും പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? വ്യാഖ്യാനം വരുന്നില്ലേ? ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ പറ്റുന്നില്ലാത്ത കാരണം ചോദിച്ചാൽ നമ്മൾ അന്യഭാഷ പറയുമ്പോഴും നമ്മുടെ ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുക. അന്യഭാഷ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അന്നേരവും നമ്മുടെ മൈൻഡിനകത്ത് ഓടുന്ന ചിന്തകൾ വേറെയാണ്. അപ്പം നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നമുക്കുള്ള ഏറ്റവും നല്ല കൂട്ടുകാരനാണ് ആര്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കണം. അനേകർ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നവരുണ്ട്, എന്നെ വിളിക്കുന്നവരുണ്ട് കേട്ടോ, ഒരുപാട് പേര്. പക്ഷെ അവർക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ധാരാളം പേരുടെ പരാതിയാണ്, സിസ്റ്ററെ എനിക്ക് അതിലോട്ട് തിരിച്ചു വരണം, എനിക്ക് പറ്റുമോ? യെസ്. പക്ഷെ നമ്മൾ അതിനു മുമ്പ് നമ്മൾ ആത്മാവിനെ എവിടെയോ കെടുത്തി, പരിശുദ്ധാത്മാവിനെ എവിടെയോ ദുഃഖിപ്പിച്ചു, കെടുത്തിക്കളഞ്ഞു. നമ്മളപ്പോൾ ആരോട് ക്ഷമ പറയണം? പരിശുദ്ധാത്മാവിനോട് ക്ഷമ പറയണം. നമ്മൾ ദുഃഖിപ്പിച്ചെടുത്ത്, വീണ് പോയെടുത്ത്, അല്ലെങ്കിൽ തിരസ്കരിച്ചത് ഏതോ ഒരു സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ക്ഷമ പറയണം. പരിശുദ്ധാത്മാവേ, എന്നോടങ്ങ് ക്ഷമിക്കണം. ഒത്തിരി വരങ്ങൾ ഉണ്ടായിരുന്നവരാണ്, ദർശനങ്ങൾ കാണുന്നവരായിരുന്നു, പക്ഷെ എവിടെയോ നമ്മൾ വീണുപോയി, ഒന്നും പറ്റുന്നില്ല നമുക്കിപ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ആ ഒരു വാക്യം ഞാനൊന്ന് വായിച്ചു തരാം. 1 തെസ്സലോനിക്കർ 5:19 എടുത്താട്ടെ. 1 തെസ്സലോനിക്കർ 5:19. ആത്മാവിനെ കെടുക്കരുത്, അത്രയും മതി. ആത്മാവിനെ എന്ത് ചെയ്യരുത്? നമ്മൾ കെടുത്തിക്കളയരുത്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ആത്മാവ് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കാൻ ആഗ്രഹം. കെടുത്തരുതെന്ന് പറയുമ്പോൾ തീയൊക്കെ കെടുത്തുന്നത് നമുക്ക് ഓർമ്മ വരത്തില്ലേ? അത് കെട്ടുപോയാൽ അതിനെ ഊതി കത്തിച്ചെടുക്കാൻ വലിയ പാടാണ്. നമുക്കിവിടെ അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സിറ്റി ഏരിയയിൽ അങ്ങോട്ടൊന്നും കാണണമെന്നില്ല, നമുക്കിവിടെ വിറകുള്ളതുകൊണ്ട് നമുക്ക് തീ അടുപ്പുണ്ട്. അന്നേരം എന്ത് ചെയ്യുമെന്നറിയാമോ? നമുക്ക് ആ ഒരു അടുപ്പൊന്ന് ചൂട് പിടിച്ച് കിട്ടാൻ വലിയ പാടാണ്. മഴ സമയത്തൊക്കെ നമ്മൾ ഈ വിറകൊക്കെ വെച്ച് ഒന്ന് കത്തിച്ച് ചൂടായി കിടന്നാൽ അതിനകത്തൊരു കനൽ കിടന്നാലും പിന്നെ ഊതിയാൽ കത്തും. പക്ഷെ ഊതണം അല്ലേ? അതിനകത്തോട്ടൊരു കാറ്റടിക്കണം. ഇന്ന് പലരുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാമോ? ഈ കനലായിട്ട് അതിൻ്റെ പുറത്ത് ചാരം കയറി കിടക്കുക. മനസ്സിലായേ? കനലുണ്ട്, ചാരം കയറി കിടക്കുവാണ്. പരിശുദ്ധാത്മാവ് എന്നോ അത് കത്തിയിരുന്നു, പക്ഷേ ഇപ്പം കത്തുന്നില്ല, അണഞ്ഞുപോയി, കെട്ടുപോയത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്നെ യൂട്യൂബിൽ കേൾക്കുന്ന സഹോദരങ്ങൾ, എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കെട്ടുപോയെങ്കിൽ ഒരു പെന്തക്കോസ്തിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വലിയൊരു കാറ്റടിക്കട്ടെ. ഹല്ലേലൂയ. വലിയൊരു അഗ്നി കർത്താവ് കത്തിക്കട്ടെ. ഹല്ലേലൂയ. പിന്നെയും നിങ്ങൾ കത്തിയാലുണ്ടല്ലോ, പിശാച് തനിയെ പേടിച്ചോടിക്കോളും. ഹല്ലേലൂയ. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിശാചിനെ ഓടിക്കാൻ നിൽക്കേണ്ട, നമ്മൾ കത്തിയാൽ മതി. ഹല്ലേലൂയ. നമ്മൾ കത്തുമ്പോൾ എന്ത് ചെയ്യും? പിശാച് തനിയെ ഓടിക്കോളും. ഹല്ലേലൂയ. നമ്മുടെ മേൽ അഭിഷേകം വരുമ്പോൾ, ശിംശോൻ്റെ മേൽ അഭിഷേകം വന്നപ്പോൾ എന്ത് പറ്റി? കെട്ടുകൾ തനിയെ പൊട്ടിപ്പോയി. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ അകത്തിരിക്കുന്ന അഗ്നിയെ
നമ്മൾ കത്തിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, കത്തിക്കാൻ അവസരം ദൈവത്തിന് കൊടുത്താൽ, നിങ്ങളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ വിട്ടുകൊടുത്താൽ ദൈവം അത് കത്തിക്കും. ഹല്ലേലൂയ. കത്തിയാൽ പിന്നെ ഒരു ദുഷ്ടശക്തിയും നിങ്ങളുടെ ജീവിതത്തിനെതിരായി നിൽക്കത്തില്ല. ഹല്ലേലൂയ. അവനിങ്ങനെ വലയൊക്കെ വിരിച്ചിട്ടേക്കും കേട്ടോ. കാരണം അവൻ്റെ പദ്ധതി എന്താണ്? എവിടെയെങ്കിലും ഈ പക്ഷികളൊക്കെ കൂട്ടം കൂട്ടമായി വരുന്ന സ്ഥലത്ത്, കാട്ടിലുണ്ടല്ലോ, ഈ പക്ഷികളെയൊക്കെ പിടിച്ചുകൊണ്ട് വിൽക്കുന്നവർ വലയിട്ടേച്ച് അതിനകത്ത് കുറേ തീറ്റകളും കൂടെ ഇട്ടിട്ട് പോകും. ഈ പക്ഷികൾ വന്ന് ആവേശത്തോടെ തീറ്റ തിന്നാനിരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം വലയിൽ കുടുങ്ങിപ്പോവും. ഹല്ലേലൂയ. മുമ്പ് ഒരു കഥയുണ്ട്. ആ പക്ഷികളെല്ലാം കൂടി എന്ത് ചെയ്തു? അതിനെ കൊത്തി പൊട്ടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. നമ്മളൊന്ന് എഴുന്നേൽക്കണം. നമ്മളൊന്ന് എഴുന്നേറ്റ് ദൈവാത്മാവിൻ്റെ അഗ്നിയാൽ കത്തുമ്പോൾ ദുഷ്ടൻ വിരിച്ച ചില വലകളെ അങ്ങനെ പൊട്ടിക്കാൻ പറ്റും. ഞാനിത് പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. ദൈവം അങ്ങനെ എൻ്റെ മുമ്പിൽ കാണിക്കുന്നതിനെ നോക്കി അങ്ങ് പറയുവാണ് കേട്ടോ. ഹല്ലേലൂയ. ദുഷ്ടൻ കെണികൾ ഉണ്ടാക്കും, അവൻ ആയുധങ്ങൾ മെനയും. അവന് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, അല്ലേ? അപ്പം ചുമ്മാ നടക്കുന്നവൻ്റെ പിറകെ ഒന്നും പിശാച് പോവോ? ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ പിറകെ അവൻ എന്താണ് അത്ര ദേഷ്യം? പറ. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവപുത്രന്മാരെടുത്ത് അവന് ഇത്ര ദേഷ്യം എന്താ? പിശാച് ഒരിക്കൽ ദൈവത്തെക്കാൾ മുകളിൽ കയറാൻ ആഗ്രഹിച്ച ആളാണ്. ലൂസിഫർ എന്ന് പറയുന്ന ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആ ദൂതൻ ദൈവത്തെക്കാൾ മുകളിൽ, ദൈവത്തിൻ്റെ സിംഹാസനം എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അതിന് മുകളിൽ കയറാൻ. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവനെ തള്ളി അങ്ങ് താഴെ ഇട്ടു. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ദൈവം എന്ത് ചെയ്തു? തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. അവൻ അസൂയ ഉണ്ടാവൂല്ലേ? ഉണ്ടാവും. അവൻ ആഗ്രഹിച്ച സീറ്റായിരുന്നു ദൈവം നമുക്ക് വെച്ച് നീട്ടുന്നത്, അല്ലേ? അതാണ് അവൻ്റെ അസൂയയുടെ പ്രധാന കാരണം. അവൻ ഒരു കാലത്ത് അഭിഷിക്തനായിരുന്നുകൊണ്ട് അവൻ അഭിഷേകത്തിൻ്റെ വിലയും നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. അപ്പോൾ അഭിഷേകം ഉള്ളവനെ അവന് ഭയമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ നാളുകളിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒരു അഭിഷേകത്താൽ നമ്മൾ നിറയണം. ഹല്ലേലൂയ. അഭിഷേകത്താൽ നിറഞ്ഞേ മതിയാവും. എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം അതിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എന്നെ തള്ളിയിട്ടിരുന്ന സകല പ്രശ്നത്തിനും പരിഹാരം വന്നത് ഞാൻ അഭിഷേകത്താൽ നിറഞ്ഞപ്പോഴാണ്. ഹല്ലേലൂയ. ആരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനില്ലായിരുന്നു. ഒറ്റയ്ക്ക പ്രാർത്ഥനയിൽ പോരാടിയത്. ആരുമില്ലാതെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എങ്കിലും സ്വർഗത്തിലെ ദൈവം എൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട് എന്നെ ചുറ്റിയിരുന്ന സകല പിശാചിൻ്റെ കെട്ടുകളെയും പൊട്ടിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. അപ്പം ഞാനാകുന്ന വ്യക്തി ചിലത് തീരുമാനിച്ചാൽ, ഹല്ലേലൂയ, പിശാച് നിങ്ങളെ എത്ര ചങ്ങലയ്ക്കകത്തിട്ട് പൂട്ടിയാലും നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? എന്നെ പരിശുദ്ധാത്മാവിനാലെ നിറയ്ക്കണം. ഇതുവരെ ഞാൻ സംസാരിച്ച ഭാഷ പോരെനിക്ക്. വ്യത്യസ്ത ഭാഷകളിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും. ഹല്ലേലൂയ. അന്യഭാഷകൾ പലതരമുണ്ട്. അവിടെ കേട്ടുകൊണ്ടിരുന്നവർ അതിനെ വ്യാഖ്യാനിച്ചു. എന്നാൽ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഭാഷയുണ്ട്. ശരിയല്ലേ? അപ്പം അവിടെ സംസാരിച്ച ഭാഷകൾ അവിടെ കൂടി നിന്നവർ കേട്ടു. അവിശ്വാസികളായ അവർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അന്യഭാഷകൾ അവിശ്വാസികൾക്ക് അടയാളമായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പുറത്തു പറഞ്ഞാലല്ലേ അവരത് കേൾക്കൂ. ശരിയല്ലേ? നമ്മൾ പറയാതിരുന്നെങ്കിൽ കേൾക്കുമോ? ഒരിക്കലുമില്ല. ഹല്ലേലൂയ. അവരത് അറിയത്തുമില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അതിനെ കുറച്ച് ഡീപ്പായിട്ടൊന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഭാഷാപരത്തെപ്പറ്റി കുറച്ചുകൂടി ഒന്ന് പഠിക്കാനായിട്ട്, ദൂതന്മാരുടെ ഭാഷകൾ, മനുഷ്യരുടെ ഭാഷകൾ, അതൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. 5 ഭാഷകൾ, 5 തരത്തിലാണ് അന്യഭാഷകൾ പ്രധാനമായിട്ടും ഉള്ളത്. 1, മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകൾ. 2, ദൂതന്മാർ സംസാരിക്കുന്ന ഭാഷകൾ. 3, സ്വർഗത്തിലെ ഭാഷ. അതെന്ത് ഭാഷയാണ്? സ്വർഗത്തിലെ ഭാഷ. എല്ലാം പറഞ്ഞു തരാം കേട്ടോ. പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ഭാഷ. 5-മത്തത് ദൈവം
സംസാരിക്കുന്ന ഭാഷ. ഇത്രയും ഉണ്ട് അന്യഭാഷകളിൽ കേട്ടോ. എല്ലാം കൂടെ ഇത് ഒന്നല്ല. നമ്മളത് പഠിക്കാൻ പോവുക ഡീപ്പായിട്ട് പതിയെ. കഴിഞ്ഞ ആഴ്ച ഞാൻ യൂട്യൂബിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി പേർക്ക് പുതിയ ടങ്സ് ലഭിച്ചു എന്ന് എന്നോട് പറയാനായിട്ട് ഇടയായി. കുറച്ച് പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. കുറച്ച് പേരെ ദൈവം ഡെലിവർ ചെയ്തു. അവർ അന്യഭാഷയിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെല്ലാമാണോ യൂട്യൂബിലൂടെ അവരുടെ ഡിവൈസിലൂടെ കേട്ടുകൊണ്ടിരുന്നത് അതിൽ ചിലർ ഒമിറ്റ് ചെയ്തു, അവർ ഡെലിവറായി. ഒത്തിരി സന്തോഷത്തോടെ അവരെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഇന്നും കുറച്ച് സമയം ഞാൻ ഈ മെസ്സേജിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ടങ്സിലൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പുതിയ ഭാഷകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണണം, കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടങ്സ് റിസീവ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളത് ടൈപ്പ് ചെയ്ത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഡെലിവറൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും ഇരിക്കുക. കർത്താവാണത് ചെയ്യുന്നത്, സിസ്റ്റർ അമൃതയല്ല. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയും നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നാൽ ദൈവം നിങ്ങളെ ഡെലിവർ ചെയ്യുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നിടത്ത് വിശ്വസിച്ചുകൊണ്ടായിരിക്കുക. നമ്മൾ ഈ 5 കാര്യങ്ങളും ചെറുതായിട്ടൊന്നും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറയാൻ പറ്റുന്ന അത്രത്തോളം പറഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. 1, മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകൾ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. മതി സിസ്റ്റർ, മതി. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യമാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടി. എന്തെല്ലാമാണ്? മനുഷ്യരുടെ ഭാഷ, ദൂതന്മാരുടെ ഭാഷ. അപ്പം മനുഷ്യർക്ക് ഒരു ഭാഷയുണ്ട് അല്ലേ, ദൂതന്മാർക്ക് ഒരു ഭാഷയുണ്ട്. മനുഷ്യരുടെ ഭാഷ ഒത്തിരി വ്യത്യസ്തമാണ്. നമുക്ക് എല്ലാ ലാംഗ്വേജുകളും അറിയാമോ? ഇല്ല. പക്ഷെ ഭാഷയുണ്ട്. ലിപി ഇല്ലാത്ത ഭാഷയുണ്ട്. നിങ്ങൾക്കറിയാമോ? സംസാരിക്കുന്ന ഭാഷയുണ്ട്, പക്ഷെ അവർ എഴുതിയിട്ടില്ല. അപ്പം അങ്ങനെ ഉള്ളിടത്ത് ദൈവദാസന്മാർ ഓഡിയോ ബൈബിളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കാരണം ലിപി ഇല്ലല്ലോ, പറഞ്ഞുള്ള ബൈബിൾ. അങ്ങനെയുള്ള ധാരാളം സ്ഥലമുണ്ട്. ചില ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ അവരുടേതായ ഒരു ഭാഷയുണ്ട്. എല്ലായിടത്തും കമ്മ്യൂണിക്കേഷന് വേണ്ടി അവർ ഭാഷകൾ ഉണ്ടാക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ 1, മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകൾ. അങ്ങനെ ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 14-10 ഒന്ന് എടുത്താട്ടെ. 1 കൊരിന്ത്യർ 14-10. ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തവയല്ല, അതല്ലേ? അപ്പോൾ ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകൾ. അതാണ് എവിടെ വെളിപ്പെട്ടതെന്ന്? പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ട ഭാഷ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകളായിരുന്നു. അടുത്ത് ദൂതന്മാരുടെ ഭാഷകൾ. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്തുണ്ട്? ദൂതന്മാർക്ക് ഭാഷകളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൂതൻ നമ്മളോട് സംസാരിക്കുക, അവർ ഏത് ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്? അവരുടേതായ ഭാഷയിൽ. പിന്നെ എങ്ങനെ നമുക്കത് മനസ്സിലാവും? അതിനാണ് നമുക്ക് വ്യാഖ്യാന വരം വേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്കത് മനസ്സിലാകില്ല. അപ്പോൾ ദൂതൻ്റെ ഭാഷയിൽ സംസാരിക്കും. എനിക്കറിയാവുന്ന ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്. അദ്ദേഹം എപ്പോഴും ദൂതന്മാരുമായൊക്കെ ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം അങ്ങനെ എല്ലായിടത്തും പോവുകയോ എല്ലായിടത്തും മീറ്റിങ്ങിന് പോവുകയോ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അത് ഏത് സമയത്തും ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. ആരും വിളിച്ചാലും അദ്ദേഹം വരത്തില്ല. ദൈവം അദ്ദേഹത്തോട് പറയണം, നീ ഇന്നടത്ത് പോകുമെന്ന് ഒരു ദൂതൻ വന്ന് പറഞ്ഞാൽ അദ്ദേഹം പോവും. അദ്ദേഹത്തെ ആർക്കും അറിയാനും പറ്റത്തില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. 50, 60 ദിവസങ്ങൾ വെള്ളം കുടിക്കാതെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി ഇതാണ്. ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരു ദൂതൻ തൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ദൂതൻ എന്ത് ചെയ്തു? തന്നോട് സംസാരിക്കുകയാണ്. തന്നോട് സംസാരിക്കുന്നത് വേറൊരു ഭാഷയിലാണ്. അപ്പോൾ ഭാഷ തനിക്ക് കാണാം, ഇങ്ങനെ ഒഴുകി തൻ്റെ അകത്തെ മനുഷ്യനിലോട്ട് ഇങ്ങനെ കയറിപ്പോവുകയാണ് അക്ഷരങ്ങളായിട്ട്, വേറൊരു ഭാഷ. പക്ഷേ തൻ്റെ ഹൃദയത്തിൽ അത് തനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാകുന്നുണ്ട്. അപ്പം അന്നേരം അദ്ദേഹം വിചാരിച്ചു, ദൂതൻ എൻ്റെ മിനിസ്ട്രിയെ പറ്റി പറയുന്ന ഈ കാര്യങ്ങളെല്ലാം വേറൊരു പാസ്റ്ററുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ, അദ്ദേഹത്തോട് പറയാം എന്ന് വിചാരിച്ച ആ നിമിഷം അകത്തെഴുന്നത് നിന്നു. പക്ഷെ ചില കാര്യങ്ങൾ ദൂതൻ പറയുന്നത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഉടനെ പറയാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ ഭാവി കാലത്തേക്കുള്ള കാര്യമായിരിക്കാം, ചിലത് മുദ്രയിട്ട് വെക്കേണ്ടതുണ്ടാവാം. നമ്മളത് അങ്ങനെ വെച്ചേ പറ്റത്തുള്ളൂ. അന്നേരം തൊട്ട് ഈ ഭാഷ അകത്തോട്ട് വരുന്നുണ്ട്, ദൂതൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇൻ്റർപ്രിട്ടേഷൻ അവിടെ നിന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ദൂതന്മാർക്ക് ദൂതന്മാരുടേതായ ഭാഷകളുണ്ട്. നമ്മളിപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഞാനൊരു ദൂതന് മെസ്സേജ് കൊടുക്കുന്നതായിക്കൂടെ?
ആ ദൂതൻ്റെ ഭാഷയിലായി കൂടെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ, ആത്മമണ്ഡലത്തിലൊരു യുദ്ധം നടക്കുന്ന സമയത്ത് ഞാൻ അന്യഭാഷ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ദൂതനായിരിക്കും അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നത്, അല്ലേ? ദൂതൻ്റെ ഭാഷ എൻ്റെ നാവിലൂടെ വരാം. ദൂതൻ്റെ ഭാഷയിൽ ദൂതൻ എന്നോട് സംസാരിക്കാം. അതേ ഭാഷയിൽ എനിക്ക് ചിലപ്പോൾ തിരിച്ചു സംസാരിക്കാൻ സാധിച്ചേക്കാം. ഹല്ലേലൂയ. പൈശാചിക ശക്തികൾക്കും അങ്ങനെ സാധിക്കും. നിങ്ങൾക്കറിയാമോ അത്? ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി സംസാരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലത്തിന് ഞാൻ എതിരിട്ടപ്പോൾ എന്ത് ചെയ്തു? ആ പൈശാചിക മണ്ഡലത്തോട് പരിശുദ്ധാത്മാവ് ഹിന്ദിയിൽ തന്നെ സംസാരിച്ചു എൻ്റെ ഉള്ളിലിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവർക്ക് അവരുടേതായ ഓരോരോ ഭാഷകളുണ്ട്. ഇത് മനുഷ്യൻ പറയുന്ന ഭാഷയാണ് ഹിന്ദി. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരുടേതായ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും തിരികെ അവരുടെ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയും. അത് നമ്മുടെ ബലമല്ല. ആരാ അത് ചെയ്യുന്നേ? പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകൾ, രണ്ട് ദൂതന്മാരുടെ ഭാഷകൾ. ദൂതന്മാർക്ക് ഒരു പ്രത്യേക ഫുഡുണ്ട്, അറിയാമോ എന്താണെന്ന്? മന്ന ഭക്ഷണമാണ്. സങ്കീർത്തനങ്ങൾ 78 ഞാൻ വായിക്കുന്നില്ല, 23 വാക്യം മുതൽ 25 വരെ വായിക്കുമ്പോൾ മനുഷ്യർ ശക്തന്മാരുടെ അപ്പം തിന്നു എന്ന് അവിടെ കാണാം. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് മന്ന എന്നാണ് കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൂതന്മാർക്കൊരു ഫുഡുണ്ട്. ദൂതന്മാർക്ക് ദൂതന്മാരുടേതായ ഭാഷകളുണ്ട്. പൈശാചികമായ കിങ്ഡത്തിന് അവരുടേതായ ഭാഷകളുണ്ട്. ഹല്ലേലൂയ. അവർ യാത്ര ചെയ്യുന്ന ടണലുകളുണ്ട്. ദൂതന്മാർ അതുപോലെ യാത്ര ചെയ്യുന്ന സ്വർഗത്തിലെ സ്പോട്ടുകളുണ്ട്. ഇതെല്ലാം ഉള്ളതാണ് കേട്ടോ. ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ കണ്ണു തുറന്ന ഒരു വ്യക്തിക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റും ഏത് സ്പോട്ടാണെന്ന് നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കണം. അന്ധകാര മണ്ഡലത്തിൻ്റെ ടണലുകളാണോ നമുക്ക് ചുറ്റും കിടക്കുന്നത്, അതോ സ്വർഗീയ ടണലുകളാണോ ഓപ്പൺ ആയിരിക്കുന്നത്? അന്ധകാര മണ്ഡലത്തിൻ്റെ ടണലുകളാണെങ്കിൽ നമ്മളത് അടയ്ക്കുകയും സ്വർഗത്തിൻ്റെ ഓപ്പൺ ഹെവൻസിൻ്റെ മണ്ഡലത്തിലോട്ട് കടന്നു വരികയും വേണം. അതാണ് ഇന്ന് പലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് പ്രധാന കാരണം എന്തെന്നറിയാമോ? നമ്മൾ ഈ ഈവിൾ സ്പിരിറ്റിൻ്റെ ടണലിനകത്തായി പോകുന്നു. പലപ്പോഴും അവൻ്റെ പോർട്ടലുകളാണ് നമുക്ക് ചുറ്റും തുറന്നു കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ പോർട്ടലുകളാണ്. അപ്പോൾ അവന് കയറാനും ഇറങ്ങാനും നമ്മുടെ ആത്മാവിലും സോളിലും എല്ലാം പോർട്ടൽ തുറന്നു കിടക്കുന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റും? എപ്പോൾ വേണോ കയറുകയും ഇറങ്ങുകയും ചെയ്യാം. നമ്മുടെ അകത്തേക്ക് സന്ദേശങ്ങൾ തരാം. നമ്മുടെ മനസ്സിനെ ഇല്ലാതാക്കാം, വഷളാക്കാം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ടണലുകളെയും അവൻ്റെ പോർട്ടലുകളെയും അവൻ ക്രിയേറ്റ് ചെയ്ത നെറ്റ്വർക്കുകളെയും നമ്മൾ തകർത്തിട്ട് പരിശുദ്ധാത്മാവുമായി ഒരു നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യും? ഇവൻ ഉണ്ടാക്കിയ സകലതും അതോടെ പൊളിയും. ഹല്ലേലൂയ. നമുക്കറിയാം അല്ലേ, ചില നെറ്റ്വർക്കിനൊന്നും ചിലയിടത്ത് റേഞ്ച് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റേഞ്ച് കിട്ടുന്ന സിം എടുത്ത് ഇടണം. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് ആ ഒരു റേഞ്ചുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ഈ നാളുകളിൽ കഴിയണം. രണ്ടും ഫ്രീക്വൻസി വ്യത്യാസം കേട്ടോ. ഡെവിളിൻ്റെ ഫ്രീക്വൻസി വേറെ, കർത്താവിൻ്റെ ഫ്രീക്വൻസി വേറെ. നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഫ്രീക്വൻസിയെ നമ്മൾ കട്ട് ചെയ്യണം. ആ കേബിളിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സിമ്മ് മാറ്റുന്ന പോലെ നമ്മളെ തന്നെ ഒന്ന് മാറ്റാനായിട്ട് തയ്യാറായാൽ, ആ ഫ്രീക്വൻസിയെ പിടിക്കാനായിട്ട് തയ്യാറായാൽ ഈ ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കലി കട്ടാവും. ഹല്ലേലൂയ. അങ്ങനെയല്ലേ? നമ്മളൊരു റേഡിയോയിൽ പോലും ട്യൂൺ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഫ്രീക്വൻസി നമ്മൾ സെലക്ട് ചെയ്താൽ പഴയത് പോകത്തില്ലേ? പുതിയതല്ലേ കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ ഫ്രീക്വൻസി എല്ലാം ഇന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. വേണ്ടാത്തത് നിങ്ങളുടെ മനസ്സിൽ പറയുന്ന, വേണ്ടാത്തത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന, വേണ്ടാത്ത ചിന്തകളിട്ട് മനസ്സിനെ ആകുലപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത, ആരാധിക്കാൻ അനുവദിക്കാത്ത, ജീവിതത്തിൽ മുന്നോട്ട് വിടാൻ അനുവദിക്കാത്ത പിശാചിൻ്റെ സകല ഫ്രീക്വൻസിയും നമ്മൾ ഇന്ന് ഒടുവിൽ പ്രാർത്ഥനയിൽ ബ്രേക്ക് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അടുത്തതിലോട്ട് കടന്നു വരികയാണ്. മൂന്നാമത്തത് സ്വർഗത്തിലെ ഭാഷ. 2 കൊരിന്ത്യർ 12:3 ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 12:3. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ട് പൗലോസിന്റെ കാര്യം പറയുന്നു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. വായിച്ചാൽ ദൈവം അറിയുന്നു. ആമേൻ. സ്തോത്രം. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ധാരാളം അന്യഭാഷകൾ സംസാരിക്കുന്ന ആളല്ലേ? അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ നിങ്ങളെക്കാൾ അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഭാഷ പൗലോസ് സംസാരിക്കുമായിരിക്കും? ഇത്രയും അന്യഭാഷകളിൽ സംസാരിച്ച പൗലോസ് സ്വർഗത്തിൽ പോയപ്പോൾ പിന്നെ എന്ത് കേട്ടെന്നാ പറയുന്നേ? മനുഷ്യന് ഉച്ചരിച്ചു കൂടാത്ത വേറെ ഭാഷ കേട്ടു. ഹല്ലേലൂയ. അത് സ്വർഗത്തിലെ ഭാഷയാണ്.
ഹല്ലേലൂയ. അത് വ്യത്യസ്തമാണ്. അത് മനുഷ്യർക്കിടയിൽ ഒരുപക്ഷെ കിട്ടണമെന്നില്ല. ഹല്ലേലൂയ. അത് സ്വർഗത്തിൽ ദൈവത്താൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയയിലുള്ള ഭാഷയായിരിക്കാം. ഓരോ ദൂത സമൂഹത്തിന് ഓരോ ഭാഷ ഉണ്ടാകാം. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഭാഷകളുണ്ടാകും. ദൈവം ദൂതന്മാരുമായി സംസാരിക്കുന്നതിന് ഭാഷകളുണ്ടാകാം. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളായിരിക്കും. പക്ഷെ ആ ഭാഷ പോലും എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ. ഹല്ലേലൂയ. അതെല്ലാം ദൈവമാണ് ശക്തി പകർന്ന് നമ്മുടെ നാവിലൂടെ തരുന്നത്. ഹല്ലേലൂയ. ഈ സ്വർഗം എന്ന് നമ്മൾ പറയുമ്പോൾ 1, 2, 3 സ്വർഗങ്ങൾ വരെ നമുക്ക് എവിടെ കിട്ടിയിട്ടുള്ളൂ? ബൈബിളിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. 3-ാം സ്വർഗം വരെ പൗലോസ് എടുക്കപ്പെട്ടു. 1-ാം സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? ആകാശം, ആകാശമണ്ഡലം, പിന്നെ എന്താണ്? ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ. അപ്പോൾ 2-ാം സ്വർഗം എന്ന് പറയുന്നത്, 2-ാം സ്വർഗം എന്ന് പറയുന്നത് അവിടെ മുഴുവൻ ഈവിൾ സ്പിരിറ്റിൻ്റെ കൺട്രോളുള്ള സ്ഥലം കേട്ടോ. ഫുൾ ഈവിൾ സ്പിരിറ്റിൻ്റെ കൺട്രോളുള്ള സ്ഥലമാണ്. പല ഈവിൾ സ്പിരിറ്റുകളും മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ 2nd ഹെവനിൽ നിന്ന് വരുന്നു എന്ന് അവർ പറയാറുണ്ട്. 3rd ഹെവനിൽ നിന്ന് വരുന്നെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഹൈ റാങ്കിങ് സ്പിരിറ്റുകൾ ഒക്യുപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഈ 2nd ഹെവൻ എന്ന് പറയുന്നത്. അപ്പോൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുമ്പോൾ അവിടെ തൊട്ടാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസിൽ ഫീൽ ചെയ്യുന്നത് നമുക്ക് പറയാം. ഹാനോക്കിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. നിങ്ങൾ എത്ര പേരത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഹാനോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി നമുക്കറിയാം അല്ലേ? ദൈവത്തോടുകൂടെ നടന്നു. എത്ര കാലം നടന്നു? 300 സംവത്സരം, 360 വർഷം അയാൾ ജീവിച്ചു അല്ലേ? 300 വർഷവും ദൈവത്തോടു കൂടെ നടന്നു. എന്തൊരു ഭാഗ്യം അല്ലേ? 300 വർഷവും ദൈവത്തോടു കൂടെ നടന്നു. മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ. അങ്ങനെയുള്ള വളരെ നല്ല ഒരു വ്യക്തിത്വത്തെ നമുക്കവിടെ കാണാൻ പറ്റും. ഹാനോക്കിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ശരിക്കും ബൈബിളിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം അത് തെളിയിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ ദ ബുക്ക് ഓഫ് എനോക്ക് അങ്ങനെയാണല്ലോ ഇംഗ്ലീഷിൽ പറയുന്നത്, ഈ തുടങ്ങി കാണാൻ പറ്റും. 2 വോളിയമോ 3 വോളിയമോ ഉണ്ട്. ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവർക്ക് അത് വായിക്കാം. അത് നമ്മൾ വായിക്കുമ്പോൾ 10 സ്വർഗത്തെ പറ്റി അവിടെ പറയുന്നു. എത്ര? 10ഓളം സ്വർഗങ്ങൾ. ഹല്ലേലൂയ. അതൊക്കെ വലിയ റെവലേഷനാണ്. നമ്മളതൊക്കെ വായിച്ചാൽ കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ എടുത്ത് വായിക്കണം കേട്ടോ. ബൈബിളെല്ലാം വായിച്ച് തീർന്നിട്ട് മതിയേ. ബൈബിൾ പോലും നമുക്ക് വായിക്കാൻ എന്ത് ചെയ്യുന്നില്ല, സമയം കിട്ടാറില്ല. അപ്പോൾ അതിനെപ്പറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പല കാര്യങ്ങളും സ്വർഗീയ തലങ്ങളെപ്പറ്റി, ഓരോ സ്വർഗത്തിലും എന്താണ്, എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് പറയുന്നുണ്ട്. അതിലെ പല കാര്യങ്ങളും ബൈബിളുമായി ചേർത്ത് വെക്കുമ്പോൾ ശരിയാണ് താനും. എനിക്കെല്ലാം ഒന്നും ആഴത്തിൽ പഠിക്കാനായിട്ട് പറ്റിയിട്ടില്ല. എന്നാൽ ആഗ്രഹിക്കുന്നവർക്ക് അതെടുത്ത് വായിക്കാൻ നെറ്റിലൊക്കെ ഉണ്ട് കേട്ടോ. ബൈബിളെല്ലാം വായിച്ച് തീർന്നിട്ട് മതി. ഹല്ലേലൂയ. അടുത്ത് ഞാൻ എന്തുവാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്? സ്വർഗത്തിലെ ഭാഷകളുടെ കാര്യം. അപ്പോൾ ഓരോ സ്വർഗത്തിലും എന്ത് കാണും? അതിൻ്റേതായ ഭാഷകൾ ഉണ്ടാവും. ദൂതഗണങ്ങൾക്ക് ഭാഷകൾ ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ഭാഷ. റോമർക്ക് എഴുതിയ ലേഖനം 8:26 എടുക്കാമോ? റോമർക്ക് എഴുതിയ ലേഖനം 8 അപ്പോസ്തല പ്രവൃത്തികൾ കഴിഞ്ഞ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം ഒന്ന് വായിക്കാവോ? അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് സംസാരിക്കുന്ന ഒരു ഭാഷയെ പറ്റിയാണ് അല്ലേ? നമ്മൾ ഉച്ചരിക്കുന്ന ഒരു ഭാഷയായിട്ടല്ല അവിടെ പറയുന്നത്. ആത്മാവ് ഉള്ളിലിരുന്ന് നമുക്ക് വേണ്ടി ഞരങ്ങുന്ന ആത്മാവിൻ്റെ ഒരു ഭാഷ. അപ്പോൾ അത് വേറൊരു ഭാഷയല്ലേ? അത് പരിശുദ്ധാത്മാവിൻ്റെ മാത്രം ഭാഷയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം കൂടി ഒന്നല്ല. അതാ ഞാനീ പറയുന്നത്. ഇതെല്ലാം നമ്മളിൽ വർക്ക് ചെയ്യാം കേട്ടോ. ഇതെല്ലാം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ 4 കാര്യങ്ങൾ, അത് എല്ലാവർക്കും ഉണ്ടാവണം. വേണം. എന്നാൽ ഇതിൽ നിന്ന് 1 മാത്രമുള്ളവരുണ്ട്. അതിൽ കൊണ്ടങ്ങ് തൃപ്തിപ്പെടുകയാണ് നമ്മൾ. അങ്ങനല്ല. ഇതെല്ലാം മനസ്സിലാവാനാണ് പറഞ്ഞത്. അങ്ങനെ ആത്മാവ് ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നതിന് ചില ഞരക്കങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് ആത്മാവിൻ്റെ ഭാഷയായിട്ട് നമുക്ക് പറയാം. ഇനി ദൈവം സംസാരിക്കുന്ന ഭാഷ, അത് യെശയ്യാവിൽ 28:11-13 വരെ നമുക്ക് കാണാൻ പറ്റും. യെശയ്യാവ്
28 എടുക്കാമോ? അതിൻ്റെ 11 വായിക്കാമോ? വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. അപ്പോൾ ദൈവം സംസാരിക്കുന്ന ഒരു ഭാഷ, അപ്പോൾ ദൈവവും നമ്മളുമായിട്ട് സംസാരിക്കുന്ന ഒരു പേഴ്സണൽ ലാംഗ്വേജ് ഉണ്ടാവാം. ദൈവം നമ്മുടെ അധരത്തിലൂടെ മറ്റുള്ളവരോട് സംസാരിക്കാം, നമ്മളോടും സംസാരിക്കാം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്, ദൈവം എന്നോട് സംസാരിക്കുന്നതിന് ഒരു ഭാഷ ഉപയോഗിക്കാറുണ്ട്, ദൈവം മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് വേറൊരു ഭാഷ ഉപയോഗിക്കാറുണ്ട്. അതിനും എൻ്റെ നാവ് തന്നെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഉപയോഗപ്പെടുത്തുന്നത്. ദൈവത്തിനും എനിക്കുമിടയിൽ ഒരു പ്രത്യേക ഭാഷ അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടാവും. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ദൈവവും നിങ്ങളും കൂടി സംസാരിക്കുന്ന ആ ഭാഷ, അതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് വേണം. ശരിയല്ലേ? ശരിയാണ്. ഇതെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പല ലാംഗ്വേജ് നിങ്ങൾ പറയാൻ കേട്ടോ. ഒരു ലാംഗ്വേജ് ആവണമെന്നില്ല. ഞാൻ തന്നെ 5 or 6 ലാംഗ്വേജ് മിക്സ് ചെയ്ത് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിലെല്ലാം എനിക്ക് കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ വ്യാഖ്യാനവും എനിക്ക് വേണം അങ്ങനെയൊന്നും എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ദൈവം എന്താണോ തരാൻ ആഗ്രഹിക്കുന്നത് തരട്ടെ. നിങ്ങൾ വേണേൽ നിർബന്ധം പിടിക്കുന്നതിന് കുഴപ്പമില്ല. കർത്താവ് ചോദിച്ചാലല്ലേ തരത്തുള്ളൂ. ഞാൻ ആകെ ദൈവത്തോട് ചോദിച്ച ഒരേ ഒരു കാര്യമാണ്, അപ്പാ ഞാൻ അങ്ങയോട് ഈ സംസാരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇതെന്തുവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങ് എന്താ എന്നോട് സംസാരിക്കുന്നത്, ഞാൻ എന്താ അങ്ങയോട് സംസാരിക്കുന്നത്, അതെനിക്ക് അറിയണം. അതെൻ്റെ ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി ദിവസങ്ങളിൽ കരഞ്ഞു. എനിക്കറിയണം, എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു ദിവസം ദൈവം സംസാരിക്കുന്ന ഭാഷ എൻ്റെ അകത്ത് ആരാണ്ടോ എഴുതുന്ന പോലെ തോന്നി. നമ്മൾ കേൾക്കുന്നതിന് എഴുതിയെടുക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ കേൾക്കുന്നത് വേറൊരു ഭാഷയാണല്ലേ, പക്ഷെ എഴുതുന്നത് എന്തിലാണ്? മലയാളത്തിൽ. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ദൈവം നമുക്കത് നൽകി തരുന്നതാണ് വ്യാഖ്യാന വരം. അത് തന്നെ 2 ടൈപ്പിലുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഭാഷ നമ്മൾ വ്യാഖ്യാനിക്കുന്നു, മറ്റുള്ളവരുടെ ഭാഷയും വ്യാഖ്യാനിക്കാൻ കഴിയുന്നു. അത് വേറൊരു ടൈപ്പ് ഇൻ്റർപ്രിട്ടേഷൻ അനോയിൻറ്റിങ് ആണ്. അതെല്ലാം ഒന്നല്ല. ചില ആൾക്കാർക്ക് ആരന്യഭാഷ സംസാരിച്ചാലും അവർ വ്യാഖ്യാനിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ അറിയാമോ? അങ്ങനെയുള്ളവരെ എനിക്കറിയാം. ആരന്യഭാഷ സംസാരിച്ചാലും അവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. എന്നാൽ ചിലപ്പോൾ സ്വന്തമായിട്ട് സംസാരിക്കുന്ന അന്യഭാഷ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അതാണ് കാര്യം. ഹല്ലേലൂയ. എന്നാൽ ചിലരെ സംബന്ധിച്ച് അവർ സംസാരിക്കുന്ന ദൈവവുമായിട്ട് അവർ സംസാരിക്കുന്ന ആ ഒരു ലവ് ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, സ്നേഹത്തിൻ്റെ ആ ഭാഷ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അവർ പറയുന്ന എല്ലാം കിട്ടത്തില്ല കേട്ടോ, അത് മനസ്സിലാക്കാൻ പറ്റും. ദൈവം ചിലപ്പോൾ അടുത്തൊരു വ്യക്തിയോട് സംസാരിക്കുന്നത്, നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് വരികയും നമ്മൾ ആ വ്യക്തിയോട് ഇൻ്റർപ്രറ്റ് ചെയ്ത് പറയാനും നമുക്ക് പറ്റും. ഇത് പല മേഖലയാണ്. ഹല്ലേലൂയ. അത് നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാം കൂടെ ഒന്നല്ല ഇത്. നമ്മളതിൻ്റെ ആഴത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ച ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യാഖ്യാന വരത്തെ പറ്റി കൂടുതൽ പറയുന്നതാണ്. എല്ലാവർക്കും വ്യാഖ്യാന വരം പോസിബിളാണ്. കർത്താവിനോട് ചോദിച്ചാൽ ദൈവം വ്യാഖ്യാന വരം തരും. പൗലോസ് പറയുന്നത് എന്താണ്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവം വ്യാഖ്യാനം തരും. ഹല്ലേലൂയ. അന്യഭാഷകളിൽ സംസാരിക്കാൻ കഴിയാത്തവരോട് ഞാൻ പറയട്ടെ, നാവിനെ വെറുതെ വെക്കല്ലേ. സ്തുതിക്കാൻ കഴിയുമ്പോഴെല്ലാം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെ നാവിനെ ബ്ലോക്കാക്കി വെക്കുന്ന ആരാണെന്ന് അറിയാമോ? പിശാചാണ്. നമ്മൾ നാവ് അനക്കിയാൽ എന്തോ പറ്റും? നമ്മുടെ വാക്കുകൾ, നമ്മുടെ അധരത്തിൽ നിന്ന് വീഴുന്ന വാക്കുകളൊക്കെ പിടിക്കാൻ വേണ്ടി ആരിയ്ക്കുവാണ്? പിശാചും ഉണ്ട്, ദൂതന്മാരും ഉണ്ട്. നല്ല വാക്യങ്ങൾ പറഞ്ഞാൽ ദൂതന്മാരും വന്ന് അതിനെ പിടിക്കും. നമ്മൾ മോശമായിട്ടുള്ള പറഞ്ഞാൽ പിശാചിൻ്റെ ദൂതന്മാരും ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ അന്യഭാഷ പറയുമ്പോഴുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം, ദൂതന്മാർ ആക്ടിവേറ്റ് ആവും. ഹല്ലേലൂയ. കാരണം എന്ത് ഭാഷയാണ് നമ്മൾ പറയുന്നത്? സ്വർഗത്തിലെ ഭാഷയല്ലേ, അഗ്നിയുടെ നാവ് കൊണ്ട് പറയുന്നതല്ലേ. ദൂതന്മാർ ആക്റ്റീവ് ആവും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോഴും എനിക്കറിയാം ദൂതന്മാർ ആക്റ്റീവ് ആകുന്നുണ്ട്. ഹല്ലേലൂയ. അവരേതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, സ്വർഗത്തിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്, പല ദിശകളിലേക്ക് അവർ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കാര്യമില്ലേ? ഉണ്ട്. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനായിട്ട് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം.
നിന്ന് പോയി എന്ന് പറഞ്ഞ് വിഷമിക്കരുത് കേട്ടോ സിസ്റ്ററെ. നിന്ന് പോയി എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കരുത്. ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്നു, ഇപ്പോൾ കിട്ടുന്നില്ല, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. കർത്താവുമായിട്ടുള്ള കണക്ഷനിലേക്ക് വരുമ്പോൾ തിരികെ ആ റൂട്ട് തുറക്കും. അടഞ്ഞു പോയതായിരിക്കാം ചിലപ്പോൾ, നിന്ന് പോയതായിരിക്കാം ചിലപ്പോൾ, എവിടെയോ നിന്ന് പോയി ആത്മാവിൻ്റെ ആ പ്രകാശം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ആദ്യം അത് മനസ്സിലാകുന്നതിലാണ് നമ്മുടെ വിജയം. ഹല്ലേലൂയ. അവൻ മാക്സിമം അന്യഭാഷ പറയുന്നതിനെ ഇന്ന് തടയും. കാരണം എന്താണ്? തടയും പിശാച്. എല്ലായിടത്തും ആ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ്? അന്യഭാഷ പറഞ്ഞാൽ അവൻ്റെ രാജ്യത്തിൻ്റെ ഓരോ കട്ടയായിട്ട് തകർത്തെറിയുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മർമ്മങ്ങൾ നമ്മൾ വിളിച്ചു പറയുക, ആത്മാവിൽ ചില കമാൻഡുകൾ ദൂതന്മാർക്ക് കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? അവർ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു സഭയിൽ ഇങ്ങനെ ആരാധനയ്ക്ക് പോയിരുന്നപ്പോൾ അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അന്യഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് അവിടെ നിന്ന ഒരു വിശ്വാസി ഒരു ദർശനം കണ്ടു. ദൂതന്മാർ വന്നിട്ട് ഓരോരോ പ്രാർത്ഥന, ഓരോ ഭാഷ ഇങ്ങോട്ട് വീഴുമ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നു. വീണ്ടും ദൂതന്മാർ വരുന്നു, വീണ്ടും എടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നു. ഇങ്ങനെ ദൂതന്മാർ വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇത് പാസ്റ്ററോട് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ദൂതന്മാർ ആക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആരാധിക്കുന്ന സമയത്ത്. നമുക്ക് ചുറ്റുമുള്ള ദൂതന്മാർ ആക്റ്റീവായിരിക്കും. എല്ലാവരുടെയും കൂടെ ദൂതന്മാരുണ്ടെന്ന് അറിയാമോ? ഉണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ചുറ്റും ദൂതന്മാരുണ്ട്. നമ്മുടെ അസൈൻമെൻ്റ് അനുസരിച്ച് ദൈവം ദൂതന്മാരെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ദൂതന്മാരുടെ എണ്ണം കൂടുതലായിരിക്കും. നമ്മൾ ഒരു വിശ്വാസിയുടെ കൂടെയുള്ള ദൂതന്മാരും എന്നാൽ ഒരു ദൈവദാസൻ്റെ കൂടെയുള്ള ദൂതന്മാരുടെ എണ്ണത്തിന് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, അപ്പാ എൻ്റെ കൂടെ എത്ര ദൂതന്മാരാണ് ഉള്ളതെന്ന് കാണണമായിരുന്നു. എല്ലാ ദൂതന്മാരെ എല്ലാ സമയത്തും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. എനിക്കൊന്ന് കാണണമായിരുന്നു. ഒരു ദിവസം ഒരു 2 മണിവരെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഉറക്കം വന്നു. അപ്പോൾ ഞാൻ മുകളിലത്തെ ഒരു മുറിയിലാണ് ഇരിക്കുന്നത്. എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് കിടന്നിട്ട് ഇനി പ്രാർത്ഥിക്കാം. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിനോട് പറയണം, അപ്പം എൻ്റെ ആത്മമണ്ഡലത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ ആയിരിക്കുന്നത്, എനിക്ക് ആ ദൂതന്മാരെ എത്ര ദൂതന്മാരാണ് ഉള്ളതെന്നൊക്കെ എല്ലാം എനിക്ക് കാണണം. ഇതാണ് എൻ്റെ ആഗ്രഹം. ഞാനത് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു, കുറേ സമയം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു, ആരാധിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ക്ഷീണം തോന്നിയതുകൊണ്ട് ഒരല്പം ഒന്ന് കിടന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇവിടെ കിടന്ന സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല. പക്ഷേ എൻ്റെ ശരീരം മരവിക്കുന്ന പോലെ തോന്നി. ആ ഒരു സമയത്ത് ഞാൻ കാണുകയാണ്, ഒരു ഗോൾഡൻ റൂമിൽ ഞാൻ കിടക്കുവാണ്. എൻ്റെ മുറിയിലായിട്ടോ കിടന്നത്. അങ്ങനെ കിടക്കുവാണ്. ഒത്തിരി ദൂതന്മാർ എൻ്റെ ചുറ്റും ചിറക് വിടർത്തി നിൽക്കുന്നു. ഒത്തിരി, എനിക്ക് എണ്ണാൻ പറ്റിയില്ല. ഹല്ലേലൂയ. എണ്ണാൻ പറ്റുന്നതിലധികം ദൂതന്മാർ എന്ത് ചെയ്യുന്നു? ചിറക് വിടർത്തി സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. അന്നേരം ഞാൻ കർത്താവിനോട് മാപ്പ് പറഞ്ഞു. അപ്പം എനിക്കറിയില്ലായിരുന്നു. നമ്മൾ കർത്താവിനെയൊക്കെ ചില സമയം സംശയിക്കാറുണ്ട്, ശരിക്കും ദൂതന്മാർ എത്ര പേര് കൂടെ ഉള്ളത് എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എണ്ണാൻ സാധിച്ചില്ല. അതുപോലെ ദൂതന്മാർ എന്തുണ്ടായിരുന്നു? എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ സംരക്ഷിക്കുന്ന ദൂതന്മാർ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? നമ്മൾ ദൈവത്തിൻ്റെ ഒരു അസൈൻമെൻറ്റ് ഏറ്റെടുത്തിരിക്കുക അല്ലേ? ഈ രാജ്യത്തിലെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എല്ലാവരും വരുമ്പോൾ അവരുടെ കൂടെ എന്തുണ്ടാവും? ഗാർഡ് ചെയ്യുന്നവരുണ്ടാവും. വെറുതെയാണോ അവരിങ്ങ് ഇറങ്ങി വരുന്നത്? നരേന്ദ്രമോദി വന്നാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഈ റോഡിലെ ബഹളം എന്തോ ആയിരിക്കും. ഒരു വണ്ടി വിടുമോ അവർ? ഇല്ല. ആദ്യം ബ്ലാക്ക് കാറ്റ്സൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി എല്ലാം ചെക്ക് ചെയ്തല്ലേ, അങ്ങനെയൊക്കെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, സ്വർഗത്തിലെ അപ്പൻ്റെ മക്കൾ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ അവന് പ്രൊട്ടക്ഷൻ കുറവുണ്ടാവുമോ? ഇല്ല. നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ കൂടെ ദൂതന്മാരുണ്ട്, 100 കണക്കിന് ദൂതന്മാർ. ഹല്ലേലൂയ. എൻ്റെ ഏതാവശ്യത്തിനും അവരെൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കല്ല് തട്ടി പോകാതെ കാക്കുന്നവരാണ്. ഹല്ലേലൂയ. എത്രയോ അനർത്ഥങ്ങൾ വരേണ്ടതായിരുന്നു, വീഴേണ്ടതായിരുന്നു. ഹല്ലേലൂയ. നമുക്കൊന്നും പറ്റിയില്ലല്ലോ. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു സമയത്ത് കേട്ടോ, മുകളിലത്തെ നിലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എനിക്കറിയാം കംപ്ലീറ്റ് എൻ്റെ കൺട്രോൾ പോയെന്നറിയാം. കാരണം 2 കാലും നിലത്ത് ഉറയ്ക്കുന്നില്ല, 2 കൈയുടെ പിടുത്തം പോയി. പക്ഷേ ഞാൻ വീഴുന്നില്ല. പെട്ടെന്നൊരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നടക്കുന്നതാണ്, വീഴുന്നില്ല. ആ 2 പിടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ കാല് ചവിട്ടുന്നവരെ ഞാൻ സുരക്ഷിതമായി അവിടെ നിന്നു. മനസ്സിലായോ? ഒരു ഏഞ്ചൽ ഓഫ് ഗോഡ് വന്ന് താങ്ങിയതായി കൂടെ. ഞാൻ പക്ഷേ ഏഞ്ചൽ ഓഫ് ഗോഡിനെ അന്നേരം കണ്ടില്ല. വലിയൊരു ശക്തി എന്നെ പിന്നിലോട്ട് തള്ളുന്ന പോലെ തോന്നി. അത്രയും മാത്രം അനുഭവിക്കാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഞാൻ വീഴാതെ അടുത്ത സ്റ്റെപ്പിൽ കാല് വെക്കുന്നവരെ ആ പവർ എൻ്റെ മേൽ നിന്നു. ഹല്ലേലൂയ. എല്ലായിടത്തും ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ.
എനിക്ക് ദൂതന്മാരെ പറ്റിയൊക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞു തരണമുണ്ട്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അതെല്ലാം പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് അന്യഭാഷയുടെ പലവിധമായിട്ടുള്ള 5 വിധത്തിലുള്ള അന്യഭാഷകളാണ് മനസ്സിലാക്കിയത്. മനുഷ്യർ സംസാരിക്കുന്നത്, ദൂതന്മാർ സംസാരിക്കുന്നത്, സ്വർഗത്തിലെ ഭാഷ, പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ഭാഷ, ദൈവം സംസാരിക്കുന്ന ഭാഷ, ഇങ്ങനെയെല്ലാം നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചു. ദൈവത്തോട് സംസാരിക്കുന്ന വരങ്ങളാണ് പ്രധാനമായിട്ടും ഇത്. ഏതൊക്കെയാണ്? ഭാഷാവരങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനം, പ്രവചനവരം. ഇത് 3 നമുക്ക് ഒന്നിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പറയാം കേട്ടോ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ടങ്സിൽ നിറയാത്തവർ നിറയണം. നിങ്ങൾ വാ തുറന്ന് കർത്താവിനെ സ്തുതിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കേട്ടോ, നിങ്ങൾ വാ തുറന്ന് കർത്താവിനെ സ്തുതിക്കാനായിട്ട് തുടങ്ങണം. അന്നേരമേ എന്ത് പറ്റത്തുള്ളൂ? നമ്മുടെ നാവിൻ്റെ കെട്ടുകൾ കഴിഞ്ഞ് നമുക്ക് അന്യഭാഷകളിൽ സ്തുതിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ എത്രയോ കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടാകും അല്ലേ? ദാഹത്തോടെ. തീർച്ചയായും നിങ്ങൾ നിറയും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ആരെല്ലാമാണോ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് അവരെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കാനായി പോവുക. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ കൊടുക്കാൻ പോവുക. അതിനു മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവ് എവിടെയെങ്കിലും അങ്ങേ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നടക്കുമ്പോഴേ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് അങ്ങ് ക്ഷമിക്കണം. ഹല്ലേലൂയ. ഏതെങ്കിലും ദുഷ്ടൻ്റെ കെട്ടുകൾ എന്നിലുണ്ടെങ്കിൽ അങ്ങ് അതെല്ലാം പൊട്ടിച്ച് കളയണം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഒന്നിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഇപ്പോൾ വരികയാണ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. എല്ലാവരും ദാഹത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങട്ടെ. പെന്തക്കോസ്ത് നാളിൽ ആ മാളിക മുറിയിൽ ഉണ്ടായ അതേ അനുഭവം നിങ്ങളുടെ ഭവനത്തിലുണ്ടാകട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് കടന്നു വരട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, വേണ്ടാത്ത എല്ലാ ചിന്തകളും എൻ്റെ മനസ്സിൽ നിന്ന് മാറണം. വേണ്ടാത്ത എല്ലാ സംസാരങ്ങളും എൻ്റെ മനസ്സിൽ നിന്ന് മാറണം. ഞാൻ എന്ന വ്യക്തി എന്നോട് സംസാരിക്കുന്നത് മാറണം. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ. റേലെ സെഖേന ദർശദോ റബാന ഹാലസദോറഗന ധീരബല ഹസ്വനോ ധരാറബന ഹലസ്യനെ ഖദുരക്കലസ്ബര റേതേര റീഗല ധീരശമന റീഖന ദരാല ഹസ്വനോ ധരാറബന ഹാലസഖോര ദർശദോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആരെല്ലാമാണോ അഭിഷേകത്താൽ നിറയാൻ ആഗ്രഹിക്കുന്നവർ നിറയട്ടെ. ആ കരങ്ങളെ ചേർത്തടിച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കരങ്ങളെ ചേർത്തടിച്ചിട്ട് പ്രാർത്ഥിച്ചാട്ടെ. പെന്തക്കോസ്ത് നാളിലെ ആ മാളിക മുറി അഗ്നി നാവിനാൽ മുഴുവൻ അങ്ങ് നിറച്ചെങ്കിൽ അഗ്നിജോല പോൽ പിളർന്നിറങ്ങി എന്നിലേക്ക് വരണമേ. നമുക്ക് ഒന്നിച്ചിപ്പോൾ പാടി നമ്മൾ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നിങ്ങൾ നാവുകളൊന്നും അടക്കി വെക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ച് നാവുകളെ തുറന്ന് നിങ്ങൾ പാടണം. ഹല്ലേലൂയ. സകല കെട്ടുകളും പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളും പൊട്ടിപ്പോകാനായിട്ട് ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കരങ്ങളെ ശക്തിയോട് ചേർത്തടിച്ചാട്ടെ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായി എന്നിൽ വാ, ആത്മശക്തിയായി
അഗ്നിജ്വാല പോൽ വിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റുപോലെ വീശി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ നിലം ഭരിച്ചോടുവാൻ, കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ നിലം ഭരിച്ചോടുവാൻ കാത്തിരിക്കുന്നിതാ ഞാൻ വേണമേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ, കാത്തിരിക്കുന്നിതാ ഞാൻ വേണമേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഓ ഹല്ലേലൂയ. ആത്മാവിൽ ആത്മാവിൽ നിങ്ങൾ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തില് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ. ഭവനത്തിനകത്ത് ആ ഇരുട്ടുകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തില് ഒരു വെളിച്ചത്തിന്റെ മണ്ഡലം തുറന്നു വരാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ പിശാചിന്റെ ടണലുകളും അടയട്ടെ. ഓ സ്വർഗത്തിന്റെ പോർട്ടലുകൾ എല്ലാ കുടുംബങ്ങൾക്കകത്ത് തുറക്കട്ടെ. ആരെല്ലാമാണോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, യേശുവിന്റെ നാമത്തില് സ്വർഗീയമായ പോർട്ടലുകൾ തുറക്കട്ടെ. ഓ അവരാത്മമണ്ഡലങ്ങൾ ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ. ആ നാവുകളെ ചലിപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം. ഒന്നും അറിയാത്തവര് നാവിനെ വെറുതെ വെക്കല്ലേ. നിങ്ങൾ പറഞ്ഞാട്ടെ, സംസാരിച്ചാട്ടെ. ആ നാവുകൾ അനക്കി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ വരട്ടെ. അതരത്തില് പുതിയ ഭാഷകൾ വരട്ടെ. അതരത്തില് പുതിയ ഭാഷകൾ വരട്ടെ. അതരത്തില് പുതിയ ഭാഷകൾ വരട്ടെ. ഓ അതരത്തിന്റെ കെട്ടുകൾ കെട്ടുകൾ പൊട്ടട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ. ഓ
ധീരശമനാരെ കേറുകല ഓല ശൂരെ കേറി ബാലാപശമനാരെ കേറുകന ഓറാ ബാല ശൂർഗന ധീരശമനാര കോറുകന ഓറാ ബാല ശൂർഗന ധീരശമനാരെ കേറുകല ഓറാ കോറെ സേറുകന ലൂർഗന ധീരശമന ഓറാ ബാല ശൂർഗന ധീരശമനാരെ കേറുകന ഓദാരശമനകർഗനാലെ തോറുകനാലെ സേറുകന ഓറാ ബാല ശൂർഗന ധീരശമനാരെ കാലസെ ഓറാ ബാല ശൂർഗന ധീരശമനാരെ കേറുകന ഓറാ ബാല ശൂർഗന ധീരശമനാരെ കേലത്തെ ഓറാ ബാല ശമനാർഗനകലെ പാറെ ബാലസെ ഓറാ ബാല ശൂർഗന ധീരശമനാർഗന. എല്ലാവരും ആരാധിച്ചാട്ടെ. ഓ വിട്ടുകൊടുക്കാതെ കർത്താവിന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് എല്ലാ ദുഷ്ടന്റെ മുഖങ്ങളും തകരട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തില് വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. എല്ലാ ഭവനങ്ങൾക്കകത്തും വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ കർത്താവേ. ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. ആത്മമണ്ഡലങ്ങൾ തുറക്കട്ടെ. ഞാൻ തുറന്നു പ്രാർത്ഥിക്കുകയാണ്. ചില ആത്മമണ്ഡലങ്ങൾ ദുഷ്ടൻ അടച്ചു വെച്ചിരിക്കുന്നതിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുകയാണ്. ചില കുടുംബങ്ങൾക്ക് മീതെ സ്വർഗത്തിന്റെ പോർട്ടലുകൾ ദൈവം തുറക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തില് ചിലരൊക്കെ കർത്താവിന് വേണ്ടി ഒത്തിരി ഉപയോഗപ്പെടേണ്ടവരാണ്. എന്നാൽ പിശാച് പലരെ അടച്ചു കളഞ്ഞു. യേശുവിന്റെ നാമത്തില് തുറന്നു വരട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കൾ കൃപകളാൽ നിറയട്ടെ, കൃപാവരങ്ങളാൽ നിറയട്ടെ, അന്യഭാഷയാൽ നിറയട്ടെ, വ്യാഖ്യാന വരത്താൽ നിറയട്ടെ. കർത്താവ് ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ 5 തരത്തിലെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവേ ഞങ്ങൾ ദൈവമക്കളാണെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ അവകാശികളാണ്. ഹല്ലേലൂയ. ഇതെല്ലാം ആസ്വദിക്കുവാൻ, സ്വർഗീയ സന്തോഷം ആസ്വദിക്കുവാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണം. കർത്താവെ പിശാചിന്റെ പിടിയിലായിരിക്കുന്നവരെ കർത്താവ് ഇന്നൊരു ഡെലിവറൻസ് അയക്കണം. കർത്താവെ ഡെലിവറൻസ് ചെയ്യുന്ന ദൂതന്മാരെ അങ്ങിപ്പോൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന കുടുംബത്തിനകത്തേക്കെല്ലാം, ഇവിടെ നിൽക്കുന്ന വ്യക്തികളുടെ അടുത്തേക്കെല്ലാം ഇപ്പോൾ ആ ദൂതൻ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരെ തൊടണം. ഇപ്പോൾ കർത്താവെ ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുന്നവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ദൂതന്മാരുടെ ഭവനത്തിനകത്ത് ഇറങ്ങി ഇപ്പോൾ അവരെ വിടുവിക്കട്ടെ. കർത്താവെ തൊട്ട് ഒരു വലിയ സ്വാതന്ത്ര്യം അങ്ങ് കൊടുക്കുന്നതിനായി നന്ദി. കർത്താവെ മനസ്സിന്റെ വീക്ക്നെസ്സുകളെ ദൈവം എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ കഴിയാതെ കർത്താവെ ഒത്തിരി വേദനപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ചിലരെ എൻ്റെ കർത്താവ് ഇന്ന് തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ അഭിഷേകം ചിലരുടെ നാവിലേക്ക് അങ്ങ് കൊടുത്തതിനായി സ്തോത്രം. പുതിയ അനുഭവങ്ങൾ ചിലർക്കുണ്ടായതിനായി സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തില് കർത്താവേ ശബ്ദം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവരാജ്യം പണിയുന്നവരായി എഴുന്നേൽക്കട്ടെ. ചിലരുടെ കാലുകളിലെല്ലാം ദുഷ്ടൻ ചില ചങ്ങലകൾ ഇട്ടിരിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ തടസ്സങ്ങളിട്ട് വെച്ചിരിക്കുന്നതെല്ലാം ഇന്നത്തോടുകൂടി ആ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചിലർ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയും സാന്നിധ്യവും അവരുടെ ജീവിതത്തിലേക്ക് വ്യാപരിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. ഇപ്പോൾ കർത്താവ് ആത്മമണ്ഡലം ഫ്രീ ആക്കുന്നതിനായി നന്ദി. ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും അങ്ങയുടെ വലിയൊരു പടയാളിയായി എഴുന്നേൽക്കുന്നതിനായി സ്തോത്രം ചെയ്യും. അവരെ, അവരുടെ കുടുംബത്തെ, അവർക്കുള്ളതിനെയൊക്കെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരൊരു അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, പിന്നെ വ്യാഖ്യാനപരത്തെ പറ്റി ഇതെല്ലാം കുറച്ചുകൂടി ആഴത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നമ്മളിരുന്ന് ആരാധിക്കുന്ന ഭാഗമാണിത്. മഴയുടെ ഭാരം നേരത്തെ വന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ ക്രമീകരണങ്ങളൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഒരു ഹോളാകണമെന്ന് തീരുമാനിച്ചിരുന്നു, അതിന് കഴിഞ്ഞില്ല. അപ്പോൾ അത് മഴയെല്ലാം നനഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ആരാധന നടത്താനായിട്ട് ഇപ്പോൾ കഴിയുന്നില്ല. ദയവായി ഞാൻ എന്തുകൊണ്ടാണ് ഇത് നിങ്ങളോട് അറിയിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഒരു ഹോൾ പണിയുന്നതിനായിട്ട് സഹായിക്കാനായിട്ട് കഴിയുമെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് ആരാധിക്കാനായിട്ട് കഴിയും. നിങ്ങളാൽ കഴിയുന്ന തുക
നിങ്ങൾക്ക് ഓഫറിങ്ങായി നൽകാൻ കഴിയുകയാണെങ്കിൽ ദയവായി ഈ കാണുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയച്ചാലും ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് നമ്പറാണ്. ദയവായി നിങ്ങൾക്ക് ദൈവവുമായിട്ട് നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനത്തിൽ ഇവിടെ ഒരു ഹാള് പണിയാനായി സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇത് ഹസ്ബൻഡിൻ്റെ തന്നെ ഡീറ്റെയിൽസാണ് അക്കൗണ്ടിൻ്റെ. ചിലർക്ക് ഇനിഷ്യൽസൊക്കെ ഉള്ളത് കൊണ്ട് ആ അക്കൗണ്ടിൽ അയക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് കൂടെ ചേർക്കുന്നത്. ഇതിൽ അയക്കാൻ കഴിയുന്നവർക്ക് ഇതിൽ അയക്കാവുന്നതാണ്. ഗൂഗിൾ പേ നമ്പരും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുന്ന പോലെയുള്ള സഹായം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ മക്കളോട് നീ ഇത് പറയുക എന്നൊരു സ്വരം കേട്ടതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ അറിയിക്കുന്നത്. ഈ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ മിനിസ്ട്രിയുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസാണ്. നിങ്ങൾക്ക് അതിലേക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ വിചാരിക്കുന്ന ഒരു ഇന്ത്യൻ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ അതിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മറ്റ് 2 അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണോ സെൻഡ് ചെയ്യാം. ദയവായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന എമൗണ്ട് ഒരിക്കലും ഭാരപ്പെടുത്തുകയാണെന്ന് ചിന്തിക്കരുതേ. നമുക്കത് പണിയാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലായിരിക്കുന്നു. കടത്തിൻ്റെ ബാധ്യതകളും പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ സഹായം ആവശ്യപ്പെടുന്നത്. ദയവായി നല്ല മനസ്സിൽ ഇത് കാണണമേ എന്ന് ആഗ്രഹിക്കുന്നു. അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്രസ്സും എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.